അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? അല്ലാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മാണ്. അറബി ഭാഷയെ കുറിച്ച് അറിയുന്നവർ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ ഈ അല്ലാഹ് എന്ന പദത്തിനെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, വഹാദിഹിൽ കലിമതു ഫവായിദുൻ ലൈസതു ഫീ ഗൈരിഹാ. ഈ അല്ലാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മുണ്ടല്ലോ, അത് അറബി ഭാഷയിലെ മറ്റുള്ള ഒരു പദത്തിനുമില്ലാത്ത, ഒരു കലിമത്തിനുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായ ഒരു കലിമത്താണ്, ഒരു വേടാണ്, ഒരു പദമാണ് അല്ലാഹ് എന്നുള്ളത്. എന്താ പ്രത്യേകത? ഫഇന്ന കുല്ല കലിമതൻ ഇദസ്തഖതു മിൻഹാ ഹർഫാ യഖ്തല്ലുൽ മഅനാ. ഈ അല്ലാഹ് എന്ന ഈ ജലാലിയത്തിന്റെ ഇസ്മല്ലാത്ത അറബി ഭാഷയിലെ ഏത് പദം എടുത്തു വെച്ചാലും അതിൽ നിന്ന് ഒരു ഹർഫ് കുറയൽ കൊണ്ട്, അതിൽ നിന്ന് ഒരൊറ്റ അക്ഷരം കുറയൽ കൊണ്ട് യഖ്തല്ലുൽ മഅന, അതിന്റെ അർത്ഥത്തിന് വ്യത്യാസം സംഭവിക്കും. അറബി ഭാഷയിലെ ഏതെങ്കിലും ഒരു പദം നമ്മൾ എടുത്തു വെച്ചിട്ട് ആ പദത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹർഫ് കുറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അർത്ഥ വ്യതിയാനം സംഭവിക്കും, അർത്ഥ വ്യത്യാസം സംഭവിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പറയുന്നതാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇയ്യാകയിലെ ഒരു ഹർഫ് അങ്ങ് കുറഞ്ഞു. ഇയ്യാക എന്ന് പറഞ്ഞ രണ്ട് യാ ആണ്. ഇയ്യാക, അവിടെ യായുടെ പകരം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു യാ അങ്ങ് കുറഞ്ഞാൽ എന്തായി? ഇയ്യാകയായി. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈനായി. അങ്ങനെ ഒരു ഹർഫ് അങ്ങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ അർത്ഥ വ്യതിയാനം സംഭവിക്കുകയാണ്, അർത്ഥം മാറിപ്പോവുകയാണ്. സൂര്യനെ നമ്മൾ ആരാധിക്കുന്നു, സൂര്യനോട് നമ്മൾ സഹായം ചോദിക്കുന്നതായി പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അങ്ങനെയാണ് അറബി ഭാഷയുടെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഒരു അക്ഷരം കുറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം സംഭവിക്കും. എന്നാൽ റൂഹുൽ ബയാനിൽ പറയുകയാണ്, അല്ലാഹ് എന്നുള്ളതായ ആ ജലാലിയത്തിന്റെ ഇസ്മ അത് 4 അക്ഷരങ്ങളാണ്. അലിഫ്, ലാം, ലാം, ഹ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അലിഫ് കഴിഞ്ഞിട്ട് ദാദല്ല, ലാ അല്ല, എന്താണ്? 2 ലാമാണ്. ലാം, ലാം, ഹ. അതിലെ ആദ്യത്തെ അക്ഷരമായ അലിഫിനെ കളഞ്ഞു. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഫഇന്നക ഇൻ ഹദഫ്തൽ അലിഫ, നീ അലിഫിനെ അങ്ങ് കളഞ്ഞാൽ യസീറു എന്താകും? ലില്ലാഹ് എന്നാകും. ലാമ്, ലാമ്, ഹ. ലില്ലാഹ്, ലില്ലാഹ്, ലില്ലാഹ്. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളുടെ മുഴുവനും ഉടമ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ലില്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് ലില്ലാഹ് നമ്മൾ പറയുന്നത്. അലിഫ് കളഞ്ഞപ്പോൾ ലില്ലാഹ് എന്നായി. ഇനിയോ വഇൻ ഹദഫ്ത ലാമൽ ഊലാ, ഒന്നാമത്തെ ലാമിനെ നീ അങ്ങ് കളഞ്ഞു. ഇപ്പോൾ 2 അക്ഷരമാണ് ഇനി ബാക്കിയുള്ളത്. ഏതൊക്കെയാണ്? ലാമ്, അല്ലാഹു എന്നുള്ളതിൽ നിന്ന് അലിഫ് കളഞ്ഞു, ആദ്യത്തെ ലാമ് കളഞ്ഞു. ഇനി ഏതൊക്കെ ബാക്കിയുള്ളത്? ലാമ്, ഹാ. 2 അക്ഷരമാണുള്ളത്. ലഹു, ലഹു, ലഹു മുൽകുസ് സമാവാതി വൽ അർദ്, ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ മുഴുവനും അധികാരി അത് അല്ലാഹു മാത്രമാണ്. ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. ഇനിയോ ആ ലാമിനെ കളഞ്ഞു. വഇൻ ഹദഫ്തൽ ലാമ ഥാനിയ, രണ്ടാമത്തെ ലാമിനെ നീ കളഞ്ഞു. അപ്പോൾ ഒരൊറ്റ അക്ഷരം. ഏതക്ഷരം? ഹു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, 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 ഹു യാ മൻ ഹു. നമ്മൾ ആദ്യം ചെല്ലാറില്ലേ? ഹു, ഹു, ഹു യാ മൻ ഹു. അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കണം, ആ അല്ലാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മിന്റെ തന്നെ പവർ, അതിന്റെ പവിത്രത എത്രയോ മഹത്തരമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.